അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 19-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 9 ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നത്. ഓം ശ്രീ ജഗദംബികായൈ നമഃ. അഥ തൃതീയ സ്കന്ധ 19-ാധ്യായ. വ്യാസ ഉവാച. ഭർത്രാ സാഭിഹിതാ ബാലാ പുത്രീം കൃത്വാംഗസംസ്ഥിതാം. ഉവാച വചനം ശ്ലക്ഷ്ണം സമാശ്വാസ്യ ശുചിസ്മിതാം. കിം വൃഥാ സുദതി ത്വം ഹി വിപ്രിയം മമ ഭാഷസേ. പിതാ തേ ദുഃഖമാപ്നോതി വാക്യേനാനേന സുവ്രതേ. സുദർശനോതി ദുർഭാഗ്യോ ഹരേ. രാജ്യഭ്രഷ്ടോ നിരാശ്രയ ബലകോശവിഹീനശ്ച പരിത്യക്തസ്തു ബാന്ധവൈ. മാത്രാ സഹവനം പ്രാപ്ത ഫലമൂലാശനകൃശ. നതേ യോഗ്യോ വരോയം വൈ വനവാസീ ച ദുർഭഗ. രാജപുത്രാ കൃതപ്രജ്ഞാ രൂപവന്തഃ സുസമ്മതാ. തവാർഹാ പുത്രി
സന്ധ്യന്യേ രാജചിഹ്നൈരലങ്കൃതാം ഭ്രാതാസ്യ വർത്തത്തെ കാന്ത സരാജ്യം കോസലേഷു വൈ കരോതി രൂപസമ്പന്ന സർവലക്ഷണസംയുതാം അന്യച്ച കാരണം ശുഭ്രൂ ശൃണു യച്ചയ തഥാശ്രുതം യുധാജിൽ സതതം തസ്യ വധകാമോസ്തി ഭൂമിപാം ദൗഹിത്ര സ്ഥാപിതസ്തേന രാജ്യേ കൃത്വാതിസങ്കരം വീരസേനം നൃപം ഹത്വാ സമ്മന്ത്ര്യ സചിവൈ സഹ ഭാരദ്വാജാശ്രമം പ്രാപ്തം ഹന്തുകാമ സുദർശനം മുനിനാ വാരിത പശ്ചാൽ ജഗാമ നിജമന്ദിരം സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ ശ്രീമഹാലക്ഷ്മ്യൈ നമഃ ശ്രീമഹാസരസ്വത്യൈ നമഃ. അമ്മേ ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 19-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 9 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ ഭാഷാഗാനമായി മലയാള തർജ്ജമയായി നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്തിയാദരപൂർവം സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്ര ഭഗവതി, അമ്മേ ശരണം. പതിവാക്യം കേട്ടു രാജ്ഞി മകളെ വിളിച്ചിരുത്തി, പുഞ്ചിരിക്കും അവളെ ആശ്വസിപ്പിച്ചോതി. എന്തിനു നീ എന്നോടു നീ വിപ്രിയം പറഞ്ഞിടുന്നു, ഏറെ വേദനിപ്പിക്കും നിൻ വാക്കുതാതനേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാജ്യഭ്രഷ്ടൻ നിരാശ്രയൻ ദൗർഭാഗ്യവാൻ സുദർശനൻ, സൈന്യമില്ല ധനമില്ല ബന്ധുക്കളില്ല, അമ്മയ്ക്കൊപ്പം വനത്തിലെ ഫലമൂലാദി കഴിക്കും, അവൻ വനവാസി നിനക്കൊട്ടും ചേരില്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാജചിഹ്നാലങ്കൃതരാം സുന്ദരന്മാർ ബുദ്ധിമാന്മാർ, രാജകുമാരന്മാരേറെ നിനക്കു യോഗ്യം. സുദർശന സഹോദരൻ കോസലത്തിൻ രാജാവിപ്പോൾ, സർവലക്ഷണ സമ്പന്നൻ നിനക്കു യോഗ്യം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
മറ്റൊരു കാരണമുണ്ട് മഹാരാജായുധാജിത്തോ സുദർശനവധത്തിനായി കാത്തിരിക്കുന്നു. യുദ്ധത്തിങ്കൽ വീരസേനവധം ചെയ്ത യുധാജിത്തോ ദൗഹിത്രനെ രാജാവായി മാറ്റിയതല്ലോ. അമ്മേ ദേവി, അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സുദർശനനെ കൊല്ലാനായി ആശ്രമത്തിൽ പോയി അയാൾ മഹർഷി തടഞ്ഞതിനാൽ മടങ്ങിപ്പോയി. സുദർശനനെ കൊല്ലാനായി ആശ്രമത്തിൽ പോയി പണ്ടു മഹർഷി തടഞ്ഞതിനാൽ മടങ്ങിപ്പോയി. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം. ലക്ഷ്മി ശരണം. ഭദ്രേ ശരണം. വാണി ശരണം. കാളി ശരണം. കാളി ശരണം. ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 260-ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ദേവി ഭാഗവതം തൃതീയ സ്കന്ധം അതിൽ 19-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 9 ശ്ലോകങ്ങളാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ കേട്ടു ശശികലയുടെ ആഗ്രഹം. ശശികലയുടെ തോഴി അമ്മയെ അറിയിച്ചു. അമ്മ തൻ്റെ ഭർത്താവായ സുബാഹു രാജാവിനെ അറിയിച്ചു. അദ്ദേഹം തൻ്റെ മകളോട് ആ ചിന്തകളിൽ നിന്ന് പിന്തിരിയണമെന്നും സ്വയംവരത്തിന് വരുന്ന രാജാക്കന്മാർക്ക് അപ്രിയമുണ്ടാക്കാവുന്ന തരത്തിൽ ഒരു പെരുമാറ്റവും പാടില്ല എന്നും നിർധനനായ രാജ്യഭ്രഷ്ടനായ സുദർശനനെ മറക്കണം എന്നും അവിടെ ഇതാ പറഞ്ഞ് നിർത്തി. പിന്നീട് വേദവ്യാസം പറയുകയാണ്, ഭർത്താ സാഭിഹിതാ ബാല പുത്രീം കൃത്വാംഗ സംസ്ഥിതാം. ഭർത്താവ് പറഞ്ഞതനുസരിച്ചിട്ട് ആ വൈദഗ്ധി ശശികലയുടെ അമ്മ
രാജ്ഞി തൻ്റെ മകളെ വിളിച്ചു, തൻ്റെ മടിയിൽ ഇങ്ങനെ ചേർത്തിരുത്തി. എന്നിട്ട് ഉവാച വചനം ശ്ലക്ഷ്ണം, നിഷ്കളങ്കമായി പുഞ്ചിരിക്കുന്ന സമാശ്വാസ്യ ശുചിസ്മിതാം, ആ വളരെ കളങ്കരഹിതമായിരിക്കുന്ന തൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്ന മകളോട് അവളെ ആശ്വസിപ്പിച്ചും കൊണ്ട് വചനം ശ്ലക്ഷ്ണം, വളരെ മൃദുവായി ഉവാച പറഞ്ഞു. എന്താ പറഞ്ഞത്? കിം വൃഥാ സുദതി ത്വം ഹി വിപ്രിയം മമ ഭാഷസേ പിതാം തേ ദുഃഖമാപ്നോതി വാക്യേനാനേന സുവ്രതേ. കിം വൃഥാ സുദതി ത്വം ഹി വിപ്രിയം മമ ഭാഷസേ. എന്തിനാണ് മകളെ നീ എന്നോട് വെറുതെ വിപ്രിയം പറയുന്നത്, അപ്രിയം പറയുന്നത്? നീ ആരാണ്? നീ സുവ്രതയാണ്, വ്രതശുദ്ധിയുള്ളവളാണ്. നിന്റെ വാക്ക് പിതാതേ ദുഃഖമാപ്നോതി വാക്യേനാനേന, നിന്റെ വാക്കുകൊണ്ട് നിന്റെ അച്ഛന് എത്ര വിഷമുണ്ട് എന്ന് നീ മനസ്സിലാക്കണുണ്ടോ? സുദർശനോതി ദുർഭാഗ്യോ, ഈ സുദർശനെ കുറിച്ചാണിപ്പോൾ മനസ്സിൽ ഭർത്താവായിട്ട് സ്വീകരിച്ചു. ഭഗവതി പറഞ്ഞു എനിക്ക് മറ്റാരെയും വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. ഈ സുദർശനൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടോ? അതിദുർഭാഗ്യവാനാണ്. ദുർഭാഗ്യവാന്മാരിൽ ഏറ്റവും ദുർഭാഗ്യം അനുഭവിക്കുന്ന ആളാണ് സുദർശനൻ. രാജ്യഭ്രഷ്ടോ നിരാശ്രയ, രാജ്യം നഷ്ടപ്പെട്ട ആളാണ്, ആരും തന്നെ ആശ്രയമായിട്ടില്ലാത്ത ആളാണ്. ഒരാൾക്ക് സ്വയമേവ ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല, അവർക്ക് സഹായം വേണം. എന്നാൽ ഇവിടെ നിരാശ്രയനാണ് സുദർശനൻ, നിർധനനാണ് സുദർശനൻ, അതീവ ദുർഭാഗ്യമുള്ള ആളുമാണ് ഈ സുദർശനൻ. അവന് ബലകോശവിഹീനശ്ച, ബലം, ആ സൈന്യബലമില്ല. കോശം എന്ന് പറഞ്ഞാൽ ധനം, ധനമില്ല, അതൊന്നുമില്ലാത്തവനാണ്. അതേപോലെ പരിത്യക്തസ്തു ബാന്ധവൈ, ബന്ധുക്കളൊക്കെ തന്നെ അവനെയും അവൻ്റെ അമ്മയെയും ഉപേക്ഷിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരാളെ വേണോ? മാത്രാസഹ വനം പ്രാപ്ത, അമ്മയോടുകൂടി വനത്തിൽ വസിക്കണു. എന്നിട്ടോ ഫലമൂലാശന കൃഷ, ഫലമൂലങ്ങളൊക്കെ കഴിച്ച്, നല്ല ഭക്ഷണമൊന്നും വനത്തിൽ കിട്ടില്ല, എന്തെങ്കിലും കാട്ടുപഴങ്ങളും ഒക്കെ കഴിച്ച് കിഴങ്ങുകളൊക്കെ കഴിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ കൃശനാണ്, മെലിഞ്ഞിരിക്കണു. പിന്നെയോ നതേ യോഗ്യോ വരോയം വൈ വനവാസീച്ച ദുർഭഗ, വനവാസിയും ദുർഭഗനുമായ കാട്ടിൽ താമസിക്കുന്ന ഭാഗ്യമില്ലാത്ത അവൻ മകളെ നിനക്ക് ഒരിക്കലും യോജിച്ചവനല്ല. നതേ യോഗ്യോ വരോയം വൈ, അപ്പോ ഭാഗ്യം കെട്ട ആ വനവാസി നിനക്ക് ചേർന്ന വരനേയല്ല എന്ന് നീ മനസ്സിലാക്കൂ. രാജപുത്ര കൃതപ്രജ്ഞ രൂപവന്ത സുസമ്മത, നല്ല ബുദ്ധിമാന്മാര്, കൃതപ്രജ്ഞ രൂപവന്ത, നല്ല സൗന്ദര്യമുള്ളവര്, സുസമ്മത എല്ലാവർക്കും സമ്മതന്മാരായിട്ടുള്ള, രാജചിഹ്നങ്ങൾ കൊണ്ട് വിഭൂഷിതരായ, രാജചിഹ്നയിൽ അലങ്കൃതാഹ, അങ്ങനെയുള്ള മറ്റ് അനേകം രാജപുത്രന്മാർ വന്നിട്ടുണ്ട്. തവാർഹ പുത്രി സന്ധ്യന്യേ, അപ്പോ അനേകം രാജകുമാരന്മാര് നിനക്ക് ചേരുന്നവരായിട്ട് പലയിടത്തു നിന്ന് വന്നിട്ടുണ്ട് എന്നിരിക്കെ എന്തിനാണ് തികച്ചും ഒട്ടും തന്നെ യോഗ്യത അല്ലെങ്കിൽ യോഗ്യത ഇല്ലാത്ത ഒരാള്, ഒട്ടും തന്നെ യോജിക്കാത്ത ഒരാളുമായിട്ട് നീ ഇങ്ങനെ വിവാഹം കഴിക്കണമെന്ന് വാശി പിടിക്കുന്നത്? ഭ്രാതാസ്യ വർത്തത്തെ കാന്ത സരാജ്യം കോസലേഷു വൈ, ആ സുദർശനന്റെ സഹോദരനുണ്ട്, ശത്രുജിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോ കോസലരാജ്യം ഇപ്പൊ ഭരിക്കുന്നത് ശത്രുജിത്താണ്. കരോതി രൂപസമ്പന്ന സർവലക്ഷണ സംയുത, ആ ശത്രുജിത്ത് എങ്ങനെയുള്ള ആളാണ്? എല്ലാ രാജലക്ഷണങ്ങളും ചേർന്ന ആളാണ്, രൂപസൗന്ദര്യമുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ എല്ലാ നിലയ്ക്കും യോഗ്യനുമാണ്. അപ്പൊ യോഗ്യനായിട്ടുള്ള ആ രാജകുമാരനെ വിട്ടിട്ട് നീ എന്തിനാണ് അയോഗ്യനായ സുദർശനന്റെ പിന്നാലെ പോകുന്നത്? പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. അന്യച്ച കാരണം സുഭ്രു ശൃണുയച്ച തഥാശ്രുതം, ഞാൻ എന്താണോ കേട്ടത് അത് നിന്നോട് പറയാം. അത് ഞാൻ പലരിൽ നിന്നും കേട്ടതാണ്. അത് സുന്ദരി, അന്യച്ച കാരണം, മറ്റൊരു കാരണം കൂടിയുണ്ട്, അതെന്താണെന്ന് ഞാൻ നിന്നോട് പറയാം. യുധാജിൽ സതതം തസ്യ വധകാമോസ്തി ഭൂമിപ, മഹാരാജാവായിരിക്കുന്ന ഭൂമിപനായിരിക്കുന്ന ഭൂമിപതിയായിരിക്കുന്ന യുധാജിത്ത് ഇപ്പോഴും സദാ അവനെ കൊല്ലാൻ വേണ്ടി, തസ്യ വധകാമോസ്തി,
സതതം എപ്പോഴും അവനെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ മരണം വാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരാളെ അയാൾ ഒരു നിലയ്ക്കും നിനക്ക് യോജിച്ചവനല്ല എന്നറിഞ്ഞിട്ട് എന്തിനാണ് നീ ഇങ്ങനെ പെരുമാറുന്നത്? അത് എനിക്ക് മാത്രം വിപ്രിയല്ല, നിന്റെ അച്ഛൻ ഇത് കേട്ടിട്ട് എത്ര കണ്ട് ദുഃഖിക്കുന്നുണ്ട് എന്ന് നിനക്കറിയോ? ദൗഹിത്ര സ്ഥാപിതസ്തേന രാജ്യേ കൃത്വാദിസങ്കരം. വലിയ യുദ്ധം ചെയ്ത് വീരസേന മഹാരാജാവിനെ വധിച്ച് വീരസേനം നൃപം ഹത്വ, ആ വീരസേനനാകുന്ന രാജാവിനെ കൊന്നിട്ട് സമ്മന്ത്ര്യ സജീവൈ സഹ, തൻ്റെ മന്ത്രിമാരുമായി കൂടിയാലോചന നടത്തിയിട്ടാണ് ഈ യുധാജിത്ത് ദൗഹിത്ര സ്ഥാപിതസ്തേന രാജ്യേ കൃത്വാദിസങ്കരം വീരസേനം നൃപം. അപ്പോൾ ആ യുദ്ധത്തിൽ വീരസേനെ കൊന്ന് രാജ്യത്തിൻ്റെ അധിപതിയായി തൻ്റെ ദൗഹിത്രനെ വാഴിച്ചിരിക്കുന്നു. ആര്? യുധാജിത്ത്. ഭാരദ്വാജ ആശ്രമം പ്രാപ്തം ഹന്തുകാമ സുദർശനം. ഈ യുധാജിത്തുണ്ടല്ലോ, തൻ്റെ രാജ്യത്ത് നിന്ന് രക്ഷപ്പെട്ടു പോയ ആ അമ്മ മനോരമയെയും മകനായ സുദർശനെയും കൊല്ലാൻ വേണ്ടി അവർ രണ്ടുപേരും ഭാരദ്വാജ ആശ്രമത്തിലുണ്ട് എന്നറിഞ്ഞ് അവിടേക്കും ചെന്നിരുന്നു. അവിടെ ചെന്ന സമയത്തോ മുനിനാ വാരിത പശ്ചാൽ, ആ മുനി ഭരദ്വാജൻ തടഞ്ഞതുകൊണ്ട് ജഗാമ നിജമന്ദിരം, അവിടെ തടഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് തൻ്റെ സ്വന്തം സ്ഥലത്തേക്ക്, തൻ്റെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹം മടങ്ങിപ്പോയത്. അങ്ങനെ ഏതു നിലയ്ക്ക് നോക്കിയാലും ഹേ ശശികലേ, നിനക്ക് ചേർന്ന ആളെയല്ല സുദർശനൻ. രാജ്യമില്ലാത്തവൻ, അതേപോലെ ധനമില്ലാത്തവൻ, സൈന്യമില്ലാത്തവൻ. അപ്പോൾ തന്നെയുമല്ല, എപ്പോൾ വേണമെങ്കിലും മരണം കാത്തുകിടക്കുന്ന ഒരാളാണ്. കാരണം യുധാജിത്ത് ഏതു സമയത്തും ആക്രമിക്കാനും കൊല്ലാനും സാധ്യതയുണ്ട്. അവരെ തടയാനുള്ള സൈന്യമോ ബലമോ ഇല്ലാത്ത ആളാണ് സുദർശനൻ. അതുകൊണ്ട് അമ്മ പറയണത് കേൾക്കൂ, മറ്റേതെങ്കിലും രാജകുമാരന്മാരെ സ്വീകരിക്കൂ എന്ന് പറയുന്ന ആ 9ാമത്തെ ശ്ലോകത്തോടുകൂടി ഇന്ന് അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം ശ്രീ ജഗദംബികായി നമ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു,
ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.